നവലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തികഞ്ഞ അനീതിയാണ്. മഹാനായ മുഹയ്യിസുന്ന ആ വിഷയത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് നമ്മോട് സംസാരിച്ചത്. പാലസ്തീനിൻ്റെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ, അതിനു മുമ്പ് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, യുക്രൈനിലും കൊറിയയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ ഏരിയകളിൽ നാം ദർശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അനീതിയുടേതാണ്. അനീതിയാണ് മതം എന്ന് പറയുന്നൊരു സമൂഹമാണ് ലോകത്ത് ഇന്ന് അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്നത്. നീതിയില്ലാത്തൊരു സമൂഹത്തിൽ എന്നും ദുരന്തങ്ങളുണ്ടാകും. നീതിയുള്ളിടത്ത് എന്നും നന്മയുണ്ടാകും. നീതിയില്ലാത്ത ഭരണാധികാരികൾ, അതേതു മതക്കാരനായിരുന്നാലും ആ നാട്ടിൽ അതുകൊണ്ടുള്ള വിപത്തുകൾ ഉണ്ടാകും. നീതിമാനായ ഭരണാധികാരി ഏതു മതക്കാരനായിരുന്നാലും അവിടെ സൃഷ്ടാവിൻ്റെ കാരുണ്യങ്ങളുണ്ടാകും. നീതിക്കാണ് പ്രാധാന്യം. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. നീതി, എല്ലാ വിഷയത്തിലും നീതിയുണ്ടാകണം. മനുഷ്യർക്കിടയിൽ നീതിയുണ്ടാകണം, മതങ്ങൾക്കിടയിൽ നീതിയുണ്ടാകണം, ഭാഷക്കാർക്കിടയിൽ നീതിയുണ്ടാകണം, ആചാരങ്ങൾക്കും വേഷങ്ങൾക്കും ഇവിടെ നീതി ലഭിക്കണം. ഈ രാജ്യത്തു നിൽക്കുന്ന മനുഷ്യർക്കും മനുഷ്യേതര ജീവികൾക്കും നീതി ലഭിക്കണം. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. പരിസ്ഥിതിയിൽ മരങ്ങൾക്കും ചെടികൾക്കും പറവകൾക്കും ജന്തുക്കൾക്കും നീതി ലഭിക്കണം. അതില്ലാതെ പോകുമ്പോഴാണ് അസന്തുലിതാവസ്ഥ ഇവിടെ ഉണ്ടാകുന്നത്. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതി കൊണ്ട് നിൽക്കാനാണ്, നീതി കൊണ്ട് നിലകൊള്ളാനാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാൻ വേണ്ടിയാണ് ഇഹ്സാൻ. എല്ലാവിധ നന്മകളെയും ഉൾക്കൊള്ളുന്ന പദമാണ് ഇഹ്സാൻ. വഈതാഇദിൽ ഖുർബ, കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണം. ശൈഥില്യം പാടില്ല. കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ മാത്രമേ മാനുഷിക വംശ പരമ്പരയ്ക്ക് വിശുദ്ധി ഉണ്ടാവുകയുള്ളൂ. അതുമൂലം മാത്രമേ ഇവിടെ നന്മ നിലനിൽക്കുകയുള്ളൂ. ഇത് മൂന്നുമുണ്ടായാൽ ഈ രാജ്യത്ത് ലോകത്തിന് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീതിരഹിത പ്രവർത്തനങ്ങളും നിയമങ്ങളും പ്രാദേശിക തലങ്ങളിലും ആഗോള തലങ്ങളിലും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹീകരണ പ്രക്രിയയിൽ പങ്കാളിയായ സ്വയം സമർപ്പിതരായി പ്രവർത്തിക്കുന്ന യുവസംഘത്തെയാണ് SYS ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ആ ഒരാശയത്തെ സമൂഹത്തിലേക്ക് സമ്പൂർണമായി ബോധ്യപ്പെടുത്തുന്നതിനും അതുകൊണ്ട് വിചാരം സൃഷ്ടിക്കപ്പെടുന്നതിനും യുവസമൂഹത്തിനിടയിൽ പ്രത്യേകിച്ചും പൊതുസമൂഹത്തിനിടയിൽ പൊതുവെയും ഇവിടുത്തെ എല്ലാ സമൂഹങ്ങളിലും ഈ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ഇവിടെ ഉയർത്തപ്പെട്ടിട്ടുള്ളത്.